Hello dear students. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമും അതിനു മുൻപായിട്ട് മോഡൽ എക്സാമും അങ്ങ് അടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കറക്റ്റ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും എക്സാമിലേക്ക്. പല കുട്ടികൾക്കും ടെൻഷൻ വരെ ഉണ്ടാവും. കാരണം എക്സാം അടുക്കുന്ന സമയത്ത് ടെൻഷൻ കൂടാനുള്ള കാരണം പ്രിപ്പറേഷൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ പ്രിപ്പറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ കൂടും. ഈ പ്രിപ്പറേഷനും നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അത് കൃത്യമായി ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ടാർഗറ്റിന്റെ ഭാഗത്ത് നിന്ന് തരാൻ പോവാണ്. അതിന്റെ കൂടെ നമ്മളുടെ ഒരു സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ മൺഡേ ഓൺവേർഡ്സ് നിങ്ങൾ മോഡൽ എക്സാം വരെ, കാരണം നിങ്ങൾ മോഡൽ എക്സാമിന് നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിച്ചു തീരണം. ഓക്കെ, മോഡൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ എക്സാമിലേക്ക്, പബ്ലിക് എക്സാമിലേക്ക്. അപ്പോൾ മോഡൽ എക്സാമിന് മുൻപായിട്ട് എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആക്കി ഫുൾ ചാപ്റ്റേഴ്സും പഠിച്ച് നിങ്ങൾ ഒരു എക്സാം എഴുതണം. അതാണ് നമ്മുടെ മോഡൽ എക്സാം. ആ മോഡൽ എക്സാമിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പബ്ലിക് എക്സാമിനെ മുന്നോട്ട് നയിക്കാൻ. അപ്പോൾ അതിലേക്ക് ഉതകുന്ന, അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, അതിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഞാൻ ഈ പറയുന്ന പ്ലാനിങ് അനുസരിച്ച് ടാർഗറ്റ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ആ ചാപ്റ്റേഴ്സ് നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റേഴ്സ് നേരത്തെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നാൽ സംഭവം പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാലോ, വളരെ ക്രിസ്പായിട്ടാണ് ടാർഗറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് വലിച്ചു വാരി ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എക്സാമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും അത് പ്രിപ്പയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലാണ് അത് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. കാരണം നമുക്ക് ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കണ്ടന്റ് വൃത്തിക്ക് പഠിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. കാരണം +2ന്റെ കൂടെ ഇംപ്രൂവ്മെന്റ് എക്സാം +1 ഉണ്ടാവുന്ന പറഞ്ഞല്ലേ. അപ്പോൾ ആ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് +1ൽ നിങ്ങൾ മാർക്ക് വാങ്ങിയേ മതിയാവും, അത് മസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ പ്ലാനിങ് ടാർഗറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്ലാനിങ് അനുസരിച്ച് 5-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് നമ്മളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ മാത്സ് ആണ്. സെറ്റ്സ്, റിലേഷൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 3 ചാപ്റ്റേഴ്സും നിങ്ങൾ മൺഡേ ഈവനിങ് ആകുമ്പോഴേക്കും കവർ ചെയ്യണം. ഓക്കെ, ആ ചാപ്റ്റേഴ്സ് കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിലേക്ക് വരിക. അതുപോലെ 16-ാം തീയതി ചൊവ്വാഴ്ച കെമിസ്ട്രിയുടെ 4 ചാപ്റ്റേഴ്സ് ആണ്. സം ബേസിക് കോൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം. ഈ 4 ചാപ്റ്ററും പഠിച്ച് ഈ ക്ലാസ്സും അങ്ങ് കണ്ട സംഭവം സെറ്റാ. ഓക്കെ, മാർക്ക് ഇങ്ങോട്ട് പോരും. ഓക്കെ, നെക്സ്റ്റ് ബുധനാഴ്ചയിലേക്ക് നോക്കുമ്പോൾ 7-ാം തീയതി ബയോളജിയിൽ സുവോളജി ആണ്. ലിവിംഗ് വേൾഡ്, ആനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസ് ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് ആണ്. 8-ാം തീയതി വ്യാഴാഴ്ച മാത്സിന്റെ അടുത്ത 3 ചാപ്റ്റേഴ്സ്. ഫിസിക്സ് കാണില്ലല്ലോ, ഫിസിക്സ് ഉണ്ടാവും. അവിടെ ഫിസിക്സ് വരുന്നത് ഫിസിക്സ് ലാസ്റ്റിലേക്ക് കടറ. 17-ാം തീയതിയാണ് നമ്മൾ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് മെഷർമെന്റ്, സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി. നിങ്ങൾക്ക് ഈ ഒരു ഷെഡ്യൂൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോഴുള്ള നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും നോട്ട്സും ഒക്കെ കിട്ടാൻ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാൽ മതി. നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയോളാം, വൃത്തിയായിട്ട് മുന്നോട്ട് പോയിക്കോളാം. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾ നന്നായി പ്രിപ്പറേഷൻ നടത്തണം. കാരണം സീരിയസ്നെസ് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പാണ് മക്കളെ, മാർക്ക് നിങ്ങൾ വിചാരിച്ച എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് എത്തില്ല. കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ +1ന് ഫിസിക്സ് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും പഠിക്കണം, അത് നിർബന്ധമാണ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കുകയും വേണം. ഓക്കെ, എല്ലാ ടോപ്പിക്സും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ഏരിയാസ് സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും വേണം. ഓക്കെ, അതിനാണ് ടാർഗറ്റ് നിങ്ങളെ സഹായിക്കുക. റൈറ്റ്, അപ്പോൾ നന്നായി പ്രിപ്പറേഷൻ നടത്തിയാൽ മതി, ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. പഠിച്ച എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മതി, ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തിക്കോ, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. എക്സാം പൊളിച്ചടക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു മോഡ് ഓഫ് എന്താണ് ഓപ്പറേഷൻ, അതായത് ഈ ഒരു മോഡിൽ നിങ്ങൾ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുക, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ബൈ, സീ യു ഇൻ ദ ക്ലാസ്.